ദശകങ്ങളോളം ഭീകരവാദത്തെക്കുറിച്ച് ഇന്ത്യ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ 2001 സെപ്റ്റംബർ 9 സ്വന്തം മണ്ണിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നതുവരെ അമേരിക്ക ഇതിനെ ഒരു വെറും ക്രമസമാധാന പ്രശ്നം മാത്രമായി തള്ളിക്കളയുകയായിരുന്നു. 1971 യുദ്ധത്തിൽ നേരിട്ടുള്ള സൈനിക പരാജയം ഏറ്റുവാങ്ങിയതോടെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലൂടെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. അതിനാൽ ഇന്ത്യയെ ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്താൻ അവർ ഭീകരവാദത്തെ ഒരു തന്ത്രമായി തിരഞ്ഞെടുത്തു. ഇതിന്റെ ഭാഗമായി പഞ്ചാബിൽ ഖാലിസ്ഥാനി ഭീകരവാദം വ്യാപിച്ചു. 1995 ഓഗസ്റ്റ് 31 ചണ്ഡീഗഡ് സിവിൽ സെക്രട്ടേറിയറ്റിന് പുറത്തുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗ് ഉൾപ്പെടെ 17 പേർ കൊല്ലപ്പെട്ടു. ഇതേസമയം തന്നെ കാശ്മീരിലെ ജിഹാദി ഭീകരവാദം ആയിരക്കണക്കിന് ജീവനുകൾ അപഹരിക്കുകയും കാശ്മീരി പണ്ഡിറ്റുകളെ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഈ കാലയളവിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ മുതൽ മരണസംഖ്യകൾ വരെ നിരത്തി പാകിസ്ഥാന്റെ പങ്കാളിത്തത്തിന് കൃത്യമായ തെളിവുകൾ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ അവതരിപ്പിച്ചു. എന്നിട്ടും അമേരിക്ക ഈ പ്രശ്നത്തെ ഗൗരവമായി എടുക്കാൻ കൂട്ടാക്കിയില്ല. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യകക്ഷിയായിരുന്നു എന്നതാണ് ഇതിന് കാരണം. മുജാഹിദീനുകൾക്ക് ആയുധങ്ങളും പണവും എത്തിക്കാനുള്ള ഒരു ഇടനാഴിയായി അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിച്ചു. അമേരിക്കയുടെ സഹായം ലഭിച്ച ഇതേ മുജാഹിദീനുകളാണ് പിന്നീട് താലിബാൻ, അൽ-ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളായി വളർന്നത്. പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇവർ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഈ ഘട്ടത്തിലുടനീളം ഇന്ത്യ ഏകപക്ഷീയമായി ഭീകരവാദത്തോട് പോരാടുകയും ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ഭീകരവാദത്തെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാന് അന്താരാഷ്ട്ര സഹായം ലഭിച്ചപ്പോൾ ഇന്ത്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. 1999 ഡിസംബർ 24 ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 വിമാനം റാഞ്ചപ്പെട്ടു. ഭീകരവാദത്തിന്റെ ക്രൂരമായ മുഖം ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ സ്ക്രീനുകളിൽ ആദ്യമായി തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെ 2000 ഫെബ്രുവരി 8 ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഭീകരവിരുദ്ധ പോരാട്ടത്തിനായി ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. എങ്കിലും 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ആക്രമണത്തോടെയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഉണർന്നത്. ഏകദേശം 3000 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. കൃത്യം ഒരു മാസത്തിന് ശേഷം 2001 ഒക്ടോബർ 1 പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ജമ്മു കാശ്മീർ നിയമസഭ ആക്രമിക്കുകയും 38 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സത്യം ബോധ്യപ്പെട്ടിട്ടും അമേരിക്ക പാകിസ്ഥാനുമായുള്ള ബന്ധം തുടർന്നതിന് ഒരേയൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: പാകിസ്ഥാന്റെ പക്കലുള്ള ആണവായുധങ്ങൾ. ഈ ബന്ധം സൗഹൃദമോ ധാർമ്മികതയോ ആയിരുന്നില്ല, മറിച്ച് തന്ത്രപരമായ താൽപര്യങ്ങളുടെയും നിരീക്ഷണത്തിന്റെയും രാഷ്ട്രീയമായിരുന്നു. ഈ ചരിത്രം ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഇന്ത്യ തുടക്കം മുതൽക്കേ ഭീകരവാദത്തിനെതിരെ പോരാടുകയായിരുന്നു. എന്നാൽ ആ സത്യം അംഗീകരിക്കാൻ ലോകം ഒരുപാട് വൈകിപ്പോയി. ആ കാലതാമസത്തിന് ഇന്ത്യ നൽകേണ്ടി വന്ന വില സ്വന്തം ജനതയുടെ രക്തവും എണ്ണമറ്റ ജീവനുകളുമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം ഭാവി സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് സുരക്ഷിതമാക്കാൻ പഠിച്ചത്.